ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഓപ്പോയുടെ ലേറ്റസ്റ്റ് TWS ആയിട്ടുള്ള OPPO ENCO AIR 3 Pro എന്ന ഒരു പ്രൊഡക്റ്റുമായിട്ടാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് TWS കാണാൻ കഴിയും. വളരെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. TWS നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ബോക്സ് കാണുന്നുണ്ട്. ഈ ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് വാറണ്ടി സ്റ്റിക്കേഴ്സ്, അതുപോലെ തന്നെ വേറെന്താണുള്ളത്, സം എയർ ടിപ്സ്, സ്മോൾ മീഡിയം അങ്ങനെ ആയിരിക്കും, നമുക്ക് നോക്കാം. പിന്നെ ഒരു USB-C ചാർജിങ് കേബിൾ, A to C ചാർജിങ് കേബിളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ TWS നോക്കാം. നല്ലൊരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 2 കളറുകളിലായിട്ടാണ് നമ്മൾ ഈ TWS ഇറങ്ങിയിട്ടുള്ളത്. ഒരു ഗ്രീൻ കളർ, പിന്നെ അതുപോലെ വൈറ്റ്. ഞാനതിൻ്റെ വൈറ്റാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ വളരെ നല്ല സ്റ്റൈലിഷാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ടോപ്പിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ഒരു ഹെഡ് കാണാം, വളരെ മനോഹരമാണ്. പിന്നെ വളരെ സിമ്പിൾ. നമ്മളിതിൻ്റെ ലിഡൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല റിജിഡാണ്, നല്ല സ്ട്രോങ് ആണ്. അങ്ങനെ ഷേക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഫീൽ ആവുന്നില്ല. നല്ലൊരു പ്രീമിയം ഹെഡ്ഫോൺ കയ്യിൽ കരുതുന്ന പോലെ തന്നെയുള്ളൊരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മളിതിൻ്റെ ഇയർഫോണിൻ്റെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല എർഗണോമിക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ല ചെവിയിൽ നല്ല ഫിറ്റ് ആൻഡ് ടൈറ്റായിട്ട് ഇരിക്കും. അതുപോലെ തന്നെ സ്റ്റെമ്മിൽ ഒരു ടച്ച് കൺട്രോൾ ഉണ്ട്. നമുക്ക് പാട്ട് പ്ലേ പോസ് ചെയ്യാനും, അതുപോലെ തന്നെ നോയ്സ് ട്രാൻസ്പെറൻസി മോഡ്, അതുപോലെ നോയ്സ് കൺട്രോൾ മോഡ് കാര്യങ്ങളിൽ സ്വിച്ച് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു ടച്ച് കൺട്രോൾ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കസ്റ്റമൈസബിളാണ്. നമുക്ക് എന്ത് ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിലും, ഏത് ബട്ടൺ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ 49 dB ആണ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വന്നിരിക്കുന്നത്. നമുക്ക് പാട്ടൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു ഐസൊലേഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഇനി അതുപോലെ ഇതിൻ്റെ ഇയർ ടിപ്പിൻ്റെ ഫിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഹെഡ് ഷേക്കൊക്കെ വന്നു കഴിഞ്ഞാലും അവിടെ ഉരിപ്പോകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫർ പ്രൈസ് ആയിട്ടുള്ള 4,999 വളരെ മികച്ച ഒരു ഹെഡ്ഫോണാണ്. ഇതിൻ്റെ ANC കാര്യം പറയുകയാണെങ്കിൽ 49 dB ആണ് ഇതിൻ്റെ ANC വരുന്നത്. അത് വളരെ മികച്ച ഒരു സൗണ്ട് ഐസൊലേഷൻ നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ ഗെയിമിങ്ങിൻ്റെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ലോ ആയിട്ടുള്ള ഒരു ലേറ്റൻസിയാണ്. 47 ms ആണ് ഇതിൻ്റെ ലേറ്റൻസി വരുന്നത്. TWSൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലോ ആയിട്ടുള്ള ഒരു ലേറ്റൻസി തന്നെയാണിത്. അത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു 5K റേഞ്ചിലാണ് നിങ്ങൾ ഒരു ഹെഡ്ഫോൺ നോക്കുന്നതെങ്കിൽ ഈ ഒരു ഹെഡ്ഫോൺ വളരെ മികച്ച ഹെഡ്ഫോൺ തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അത് തന്നെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂ വൈകാതെ തന്നെ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.